ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് പോവാം കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, അല്ലാതെ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത് അടുത്ത ദിവസം ഇങ്ങനെ പോകണം അങ്ങനെയല്ല. ഇന്നലെ പ്ലാൻ ചെയ്തു, ഇന്ന് പോയി. പെട്ടെന്ന് പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദൂര സ്ഥലത്തേക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ, കാരണം പിറ്റേ ദിവസം സ്കൂളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് പോയി വരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നിലമ്പൂർക്കാണ്. അപ്പോൾ ഞങ്ങൾ മൂത്തമ്മ മേമ്മ ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ നിലമ്പൂർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്തിയിട്ട് നിങ്ങൾ കണ്ടാൽ മതിട്ടോ. ഞങ്ങളെങ്ങനെ പോകുന്നതെന്ന് അറിയണ്ടേ? ബസ്സിനൊന്നല്ല, ട്രെയിനിനാണ്. ട്രെയിനിലാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും, ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കറക്റ്റ് നമുക്ക് എത്തും. അതായത് 9:25 ട്രെയിന്. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ചെറുകര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ട്രെയിൻ വരാനുള്ള ടൈം ആയിരുന്നു. ഞങ്ങൾ ഒരു 5 മിനിറ്റിൻ്റെ ടെസ്റ്റിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ടിക്കറ്റൊക്കെ വേഗം എടുത്ത് ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ട്രെയിനിൽ കയറി എത്രയോ സ്റ്റേഷൻ കഴിയണം, 4-5 സ്റ്റേഷൻ കഴിഞ്ഞാലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗെയ്സ് ഇതാട്ടോ വന്യാമല റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കസിൻസ് ഞങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി അവിടെ നിൽക്കായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ ട്രെയിൻ എടുക്കാനായി. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അടുത്ത സ്റ്റേഷൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ ഗൈസ് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുന്ന് എന്താ പ്ലാനോ ഒന്നും അറിയില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ. നിലമ്പൂർക്ക് വെറുതെ പോകുകയല്ലല്ലോ, ഒരു സ്ഥലം കാണാനാണ്. അത് ആ സ്ഥലം എന്ന് പറയുന്നത് തേക്ക് മ്യൂസിയമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അവിടെ നിന്ന് ഞങ്ങൾ എന്താ പ്ലാൻ അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി അവിടേക്ക് തേക്ക് മ്യൂസിയത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകണോ അതോ ഓട്ടോക്ക് പോകണോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നടക്കുകയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഓട്ടോക്ക് പോകുന്നത് തന്നെയായിരുന്നു. കാരണം സുഖമായിട്ട് പോരാ, ഇതാകുമ്പോൾ ബസ് 2 ബസ്സൊക്കെ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരിട്ടുള്ള ബസ്സില്ല, 2 ബസ് കയറണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോക്ക് പോയി. ടിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ 8 ആളുണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവിടെ 2 പോലീസ് ഉണ്ടാവും. എന്തിനാണെന്നറിയാമോ? ബാഗ് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ബാഗിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇനി അഥവാ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്ലാസ്റ്റിക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങളത് കണ്ടോ ഗൈസ്? അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കാണാനുള്ളതാണിത് ഉള്ളു. എന്താ ഒന്നുമില്ല, കുറച്ച് ചെടികൾ അതിനെ കൊണ്ട് ഷേപ്പിൽ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അതാണ് തേക്ക് മ്യൂസിയം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആകെയുള്ളൊരു പ്രതീക്ഷ ഉച്ചക്കത്തെ ഫുഡായിരുന്നു. അങ്ങോട്ട് കണ്ടപ്പോൾ പിന്നെ ഉച്ചക്കത്തെ കാര്യം അങ്ങോട്ട് ഓർത്തു പോയി. ഈ ഉച്ചക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കണമല്ലോ. അപ്പോൾ ടൂറ് പോയാൽ നിർബന്ധമാണ് ബിരിയാണി, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. അതാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു പിന്നെ പ്രതീക്ഷ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പറഞ്ഞ് കൊളാക്കണില്ല.
ഇപ്പം നിങ്ങൾ കണ്ട ഒരു വ്യൂ പറയുന്നത് ഓർക്കിഡ് ഹൗസ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ ആയിരുന്നു. ഇങ്ങനെ വെള്ളച്ചാട്ടം അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ തേക്ക് മ്യൂസിയത്തിലെ തേക്ക്. ഇതാണ് സംഭവം തേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ തേക്ക് മ്യൂസിയം എന്ന് വന്നത് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇൻസെക്ട്സിനൊക്കെ കൊന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുക. അതാണ്. പിന്നെ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇങ്ങനെ പഠിക്കാനുള്ളതാണ്. മെയിനായിട്ട് SS ആണ് പഠിക്കാനുള്ളത്. അങ്ങനെ കുറേ വായിച്ചു നോക്കാനുണ്ട്. ഞാനൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി കണ്ടു പോന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഉണ്ടല്ലോ ഞങ്ങളില്ലേ അതിൻ്റെ ഉള്ളിലത്തൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. അതിൽ കയറിയിട്ട് ഞങ്ങൾ ബിരിയാണി, ഞാൻ പറഞ്ഞില്ല ബിരിയാണി, അതായിരുന്നു ഒരാശ്വാസം. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് ട്രെയിൻ 4:10-നാണ്. പക്ഷെ ഞങ്ങളവിടെ നേരത്തെ എത്തി, 3:30-ക്ക് എത്തി. നമ്മൾ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ട്രെയിനിന് വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ എടുക്കണില്ല വിചാരിച്ചാണ്, ഫോണിൽ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുത്തിക്കാലുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുത്തി വെച്ചു കുറച്ച് നേരം. അങ്ങനെ ആ ടൈമൊക്കെ പോയി, നമ്മൾ ട്രെയിനൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ പോകുകയാണ് തിരിച്ച്. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. യെസ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുകര റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോകണം വീട്ടിലേക്ക്. ട്രെയിനിൽ പോയതുകൊണ്ട് തന്നെ തോന്നുന്നു ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല, നല്ല സെറ്റായിട്ട് പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പോകുകയാണെങ്കിൽ ട്രെയിനിൽ പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റാക്കാനും. നിങ്ങളും ഇങ്ങനെ പോകുകയാണെങ്കിൽ ട്രെയിനിൽ പോകാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ ഗൈസ്.